നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും നമ്മുടെ മുതിർന്ന നേതാവായ അമിത്ഷാജിക്കും വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അമിത്ഷാജി 6 മാസം മുമ്പ് ജൂലൈ 12-ാം തീയതി 2025 വന്ന് നമ്മളെല്ലാവരോടൊപ്പം അദ്ദേഹം മിഷൻ 2025 ഉദ്ഘാടനം പുത്തരിക്കണ്ടം മൈതാനിൽ അദ്ദേഹം ചെയ്തു. അദ്ദേഹം അന്ന് ഞങ്ങൾക്കൊരു ടാർഗറ്റ് തന്നു, നിർദ്ദേശങ്ങൾ തന്നു. 23,000 വാർഡിൽ മത്സരിക്കണം, വോട്ട് ഷെയർ വർദ്ധിക്കണം, ഭരണം പിടിക്കണം. മത്സരിക്കാൻ മാത്രം മത്സരിക്കരുത്, ഭരണം പിടിക്കണം. എന്നിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഞാൻ അദ്ദേഹത്തിനെയും നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഡിസംബർ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ആദ്യത്തെ യോഗത്തിൽ നല്ല നമ്പറിൽ എലക്റ്റഡ് മെമ്പർമാരും ചെയർപേഴ്സൺമാരും വൈസ് ചെയർപേഴ്സൺമാരും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മേയറും ഡെപ്റ്റി മേയർ എനിക്ക് കാണാൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മിഷൻ 2025 ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ഈ പാർട്ടി കഴിഞ്ഞ 6 മാസം ചെയ്തു. 21,000 വാർഡിൽ മത്സരിച്ചു, വോട്ട് ഷെയർ വർദ്ധിച്ചു. തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തന്ന് ഇന്ന് BJP NDA ഭരിക്കുന്നു. അന്ന് അദ്ദേഹം തന്ന പ്രോത്സാഹനം, നിർദ്ദേശനം എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നന്നായി അധ്വാനിച്ചിട്ട് ആ ഫലം നേടി. അപ്പോൾ ഞാൻ ഇന്ന് പാർട്ടീൻ്റെ പേരിലും വേദിയിലിരിക്കുന്ന എല്ലാ മുതിർന്ന നേതാവിൻ്റെ പേരിലും ജയിച്ച എല്ലാ വാർഡ് മെമ്പേഴ്സും കാൻഡിഡേറ്റ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. അതിൻ്റെ ഒപ്പം നിങ്ങളെ ജയിപ്പിച്ച പ്രവർത്തകർക്കും എൻ്റെ ഏറ്റവും ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കുറേ പേര് മത്സരിച്ചു. രാഷ്ട്രീയത്തിൽ തോൽക്കുന്നതും ജയിക്കുന്നതെല്ലാം ഒരു സാധാരണ കാര്യമാണ്. തോറ്റു. പക്ഷേ ആത്മാർത്ഥമായി അധ്വാനിച്ച് ക്യാമ്പയിൻ ചെയ്ത എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഈ ഇലക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം മുതൽ പാർട്ടി പറഞ്ഞത് ഈ ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷൻ ആവും, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇലക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അധ്വാനിച്ചത്, ഒറ്റക്കെട്ടായിട്ട് അധ്വാനിച്ചു. ഞാൻ കുറേ സ്റ്റേറ്റിൽ ഇലക്ഷൻ നടത്തിയ ആളാണ്, പ്രഭാരിയായിട്ടുണ്ട്, സഹപ്രഭാരിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഏറ്റവും അഭിമാനത്തോട് പറയുന്നു, കേരള BJPൻ്റെ പ്രവർത്തകർ പോലെ ഈ നാട്ടിൽ വേറെ ആരും ഏത് സ്റ്റേറ്റിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു എഫർട്ട്, ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്കത് കാണുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വലിയ ബഹുമാനമുണ്ട്, അഭിമാനമുണ്ട്. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മളെല്ലാം കണ്ടു, മനസ്സിലാക്കി. ഈ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു 4-5 കാര്യങ്ങൾ എന്താണ് പരിശോധിച്ചാൽ ഈ ഇലക്ഷൻ്റെ മെസ്സേജ് എന്താണ്, സന്ദേശം എന്താണ്, ജനങ്ങൾ തന്ന ഒരു മെസ്സേജ് എന്താണ്? മാറ്റം അവർ ആവശ്യമാണെന്ന് ജനങ്ങൾ കൃത്യമായ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഭരിക്കുന്ന LDF നന്നായി പരാജയപ്പെടുത്തിയത് ജനങ്ങളാണ്. ആ മാറാത്തത് ഇനി മാറുമെന്ന BJP NDAൻ്റെ മുദ്രാവാക്യം ജനങ്ങളുടെ ആവശ്യമായി അവർ വോട്ട് ചെയ്തു. മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു മാറ്റത്തിൻ്റെ ഇലക്ഷനായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടീനെ കുറിച്ച് എന്തെല്ലാം മീഡിയയും മാധ്യമ സുഹൃത്തുക്കളും പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട് എന്നെല്ലാം പറഞ്ഞ ഒരു പ്രചരണം നടത്തിയ
സാഹചര്യത്തിൽ ഈ എലക്ഷൻ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പ്, നരേന്ദ്രമോദിജീൻ്റെ ഗ്രൂപ്പ്, അമിത്ഷാജീൻ്റെ ഗ്രൂപ്പ്, BJP എന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിച്ചു. മൂന്നാമത്തെ കാര്യം, BJP NDA ജയിക്കില്ല എന്നൊരു പ്രചരണമായിരുന്നു ഈ ഇലക്ഷന് മുമ്പ്. കാണിച്ചു കൊടുത്തു, ജനങ്ങൾ കാണിച്ചു കൊടുത്തു. BJP ജയിക്കും, NDA ജയിക്കും, NDA ഭരിക്കും, BJP ഭരിക്കും. ഇത് മൂന്നാമത്തെ മെസ്സേജ്. ഈ ജയം LDFും UDFും അവരുടെ അന്തർധാരണയും അവരുടെ പൊളിറ്റിക്കൽ തന്ത്രം എല്ലാം തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ജയം. ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്, തിരുവനന്തപുരത്ത് LDFും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ജനങ്ങൾ പറഞ്ഞു ഇല്ല, NDAക്ക് ഒരു അവസരം കൊടുക്കണം, BJPക്ക് ഒരു അവസരം കൊടുക്കണം. BJP ജയിച്ചു. അതുപോലെ തന്നെ എത്രയോ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തിൽ എലക്ഷൻ്റെ സമയത്തും എലക്ഷൻ കഴിഞ്ഞിട്ടും ഈ കോൺഗ്രസും CPMന്റെ അന്തർധാരണ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ചില സ്ഥലത്ത് അവർ സക്സീഡ് ചെയ്തു, കുറേ സ്ഥലത്ത് അവർ തോറ്റു. കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി 40% വോട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു, NDAക്ക് തന്നു. എന്നിട്ടും കോൺഗ്രസ് അവരുടെ വോട്ട് LDFന് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾ തോൽപ്പിച്ചു. അപ്പോൾ ഈ LDFും കോൺഗ്രസിൻ്റെ അന്തർധാരണ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇരട്ടകളാണ്. അവർ പൊളിറ്റിക്കൽ ഒരു അലയൻസിലാണ്, ഒരു കുരുവ സംഘിൻ്റെ 2 പാർട്ടികളാണ് എന്ന് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ്, ഈ എലക്ഷൻ ഒരു ആൻറ്റി ഇൻകംബൻസി ഇലക്ഷൻ ആയിരുന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ CPMന് ഒരു പങ്കുമില്ല, ഒരു റോളും ഇല്ല, ഒരു വോട്ടും കിട്ടില്ല, ഒരു മാൻഡേറ്റ് കിട്ടില്ല എന്ന് കൃത്യമായി ജനങ്ങൾ ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ഇത് CPM തോറ്റ ഇലക്ഷനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. NDAയും മറുവശത്ത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും UDF. അപ്പോൾ ഈ വരുന്ന 90 ദിവസം ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട അമിത്ഷാജി എന്നോട് പറഞ്ഞു, ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഒരു നിർണായകമായ അസംബ്ലി ഇലക്ഷൻ ആയിരിക്കും. നന്നായി അധ്വാനിക്കണം പാർട്ടി. പാർട്ടിക്കും മുന്നണിക്കും നല്ലൊരു അവസരമാണ് ഈ അസംബ്ലി ഇലക്ഷൻ. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു, നിങ്ങളുടെ പേരിൽ ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ 100% അല്ല 1000% അധ്വാനിക്കും സർ. ഹം ആപ്കെ ലിയേ ഇസ് ഇലക്ഷൻ മേ റിസൾട്ട് ലാക്കർ ഹി ദിഖായെങ്കെ. ഈ ഇലക്ഷൻ, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ നാടിൻ്റെ ഭാവി, നാട്ടിൻ്റെ കുട്ടികളുടെ ഭാവി, നമ്മുടെ നാടിൻ്റെ ഇക്കോണമീൻ്റെ ഭാവി, നമ്മുടെ സൊസൈറ്റീൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. ഇങ്ങനെയാണ് BJP NDA കാണുന്നത്. ഇതൊരു മറ്റൊരു ഇലക്ഷൻ ഒന്നുമല്ല, ഞങ്ങളുടെ ഭാവി, നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. BJP NDA മുമ്പോട്ട് വയ്ക്കുന്നത് 3 കാര്യങ്ങളാണ് കൃത്യമായി മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ, ഇലക്ഷൻ്റെ ഡിസ്കോഴ്സും ചർച്ച ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് BJP NDA മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. ഒന്ന്, വികസിത കേരളം, വികസനം, തൊഴിൽ, വിലക്കയറ്റമില്ലായ്മ, നിക്ഷേപം, ആരോഗ്യ മേഖലയിൽ ആധുനികരണം, വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് നല്ല സ്കൂളും കോളേജും, വികസനം. ഇതുവരെ ഇന്ത്യ, നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ കേരളം പിന്നോട്ട് പോകുന്നു. വികസിത ഭാരതം അവിടെ സൃഷ്ടിക്കുമ്പോൾ ഇവിടെ കടം വാങ്ങുന്ന സ്ഥിതിയാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ, വിലക്കയറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ, നിക്ഷേപം ഏറ്റവും കമ്മി രാജ്യത്തിൽ. ഇതെല്ലാം മാറ്റാൻ BJP NDAന്റെ കാഴ്ചപ്പാടാണ് വികസിത കേരളം. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം. രണ്ടാമത്തെ പോയിന്റ്, ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സുരക്ഷിത കേരളം. ഇന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം
കൺട്രോൾ ചെയ്യുന്നതും അവർ ജയിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗ് പോലെ സ്ഥാപനങ്ങളുടെ സഹായത്തോടാണ്. ഇത് നമുക്ക് ഗുണം ചെയ്യോ? നാടിൻ്റെ ഭാവിക്ക് ഇത് നന്നാണോ? നല്ലതാണോ? ഇത് ചർച്ച നടത്തണം. വസ്തുതര ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞ് നടക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, ജമാഅത്തും ഉണ്ടാവും. പക്ഷേ ഇത് ചർച്ച ചെയ്യണം. സുരക്ഷിത കേരളം നമ്മളുടെ അവകാശമാണോ? ഈ സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ ആർക്കാണ് കഴിവ്, ആർക്കാണ് താല്പര്യം, ആരാണ് ചെയ്യാൻ പോകുന്നത്? അത് BJP NDA ആണ്. മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസ സംരക്ഷണം. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ എന്താ നടക്കുന്നത്. ശബരിമല കൊള്ളയെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ശബരിമല കൊള്ളയും ദേവസ്വം ബോർഡുമാരിലുള്ള ദല്ലാൽമാര് ആരുടെ ഒപ്പാണ് ഫോട്ടോ എടുക്കുന്നത്, ആരെയാണ് സഹായിക്കുന്നത്, ആരുടെ പിന്തുണയോണ്ടാണ് ഈ ദല്ലാൽഗിരി ചെയ്യുന്നത്? സോണിയാഗാന്ധിൻ്റെ ഫോട്ടോഗ്രാഫും പിണറായി വിജയനെ കാണുന്നത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിനെ കാണുന്നത്? അപ്പോൾ കോൺഗ്രസും ലെഫ്റ്റും CPM-ഉം വിശ്വാസ സംരക്ഷണയിൽ അവർക്ക് താല്പര്യമില്ല, ഒരു കഴിവുമില്ല, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവരുടെ അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ മൂന്ന് കാര്യം, വികസിത കേരളം നമുക്ക് വേണം, നമ്മൾ സൃഷ്ടിക്കണം. സുരക്ഷിത കേരളം നമ്മൾ ഉണ്ടാക്കണം, അത് സൃഷ്ടിക്കണം. അത് നമ്മളുടെ ഒരു നിർബന്ധമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. പിന്നെ വിശ്വാസ സംരക്ഷണം ഇത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നതും ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നതും. കോൺഗ്രസ് ഇന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരൊരു വിചാരം, ഞങ്ങൾ ജയിച്ചു, അസംബ്ലി ഇലക്ഷൻ LDF തോറ്റു, അതുകൊണ്ട് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. കോൺഗ്രസ് 10 കൊല്ലം ജനങ്ങളെ അവസരം കൊടുത്ത് UP ആയിട്ട് ഭരിച്ചപ്പോൾ ഭീകരമായ അഴിമതിയല്ലാണ്ട് എന്ത് തന്നു? കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരായിരുന്നു UPA സർക്കാരിൽ. 10 കൊല്ലം കുത്തിയിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തോ നാടിന് വേണ്ടി? ഒന്നും ചെയ്തില്ല, അഴിമതി മാത്രം. അപ്പൊ കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ്, അവർക്ക് ജനങ്ങൾ എത്രയോ തവണ അവസരം കൊടുത്തു ഭരിക്കാൻ, നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിൽ ചർച്ച ചെയ്യും. കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരൊറ്റ വാക്ക് വികസനത്തിനെ കുറിച്ച് പറയില്ല. നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കണം. BJP NDA വികസനം, റെയിൽവേ ലൈൻ, ക്യാൻസർ ഹോസ്പിറ്റൽ, ഹൈവേ ബൈപ്പാസ് എല്ലാം പറയുമ്പോൾ അവിടുത്തെ ചർച്ച എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ, ഇന്ന SDPIൻ്റെ പിന്തുണ, ഇതാണ് അവരുടെ രാഷ്ട്രീയം. അപ്പോൾ ഈ ഇലക്ഷനിൽ വികസനം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഇതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യാൻ BJP NDA വീട് കയറി ഇതിനെക്കുറിച്ച് സംസാരിക്കും, മുമ്പോട്ട് വയ്ക്കും എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനം ഒരിക്കൽ കൂടി എല്ലാ ഇലക്റ്റഡ് മെമ്പേഴ്സിനും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ പറയുന്നു. പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങൾ കഠിന അധ്വാനം, ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. അതിനുവേണ്ടി ഞാൻ എല്ലാവിധ ആശംസകൾ ഇന്നിനെ നിങ്ങൾക്ക് പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്ന ഇലക്ഷൻ നമ്മുടെ ലക്ഷ്യമാണ് വികസിത കേരളം, നമ്മുടെ ലക്ഷ്യമാണ് സുരക്ഷിത കേരളം, നമ്മുടെ ലക്ഷ്യമാണ് വിശ്വാസ സംരക്ഷണം. എൻ്റെ ഒപ്പം ഒന്ന് ഒരുമിച്ച് പറയൂ, പുറത്ത് കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, മലയാളികൾ എല്ലാവരും കേൾക്കട്ടെ. നമ്മുടെ ലക്ഷ്യം വികസിത കേരളം. ഉറക്കെ പറയൂ, നമ്മുടെ ലക്ഷ്യം വികസിത കേരളം, നമ്മുടെ ലക്ഷ്യം സുരക്ഷിത കേരളം, നമ്മുടെ ലക്ഷ്യം വിശ്വാസ സംരക്ഷണം. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.